ഈ വർഷത്തെ പ്ലാസ്റ്റിക് സർജറി ദിനം അനുബന്ധിച്ച് നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി എക്സിബിഷൻ ഇന്നത്തോടെ തീരുവാണ്. ഇന്നാണ് ലാസ്റ്റ് ഡേ. സോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് കാണണം. എന്തുകൊണ്ട് ഇതിന്റെ പേര് സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പ് വെച്ചു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം ഇതാണ്. നമ്മുടെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് ഒരു വർക്ക്ഷോപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ പേഷ്യൻസ് വരുമ്പം ഡാമേജ് ആയ ടിഷ്യൂസ്, ഡാമേജ് ആയ മാംസം ചുമ്മാ സ്റ്റിച്ചിട്ട് ക്ലോസ് ചെയ്യുക, അതങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ നഷ്ടപ്പെട്ട തൊലി, നഷ്ടപ്പെട്ട മസില്, ഞരമ്പ്, രക്തക്കുഴല് ഇതെല്ലാം വീണ്ടും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് വേണം. എല്ലാം ഉണ്ട് ശരീരത്തിൽ. സ്പെയർ തൊലി, സ്പെയർ അസ്ഥി, സ്പെയർ കാർട്ടിലേജ്, സ്പെയർ മസില്, സ്പെയർ ടെൻഡന്, സ്പെയർ ഞരമ്പ്, എന്ത് വേണമെങ്കിലും നമുക്കുണ്ടാവും. സോ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു, എവിടെ നിന്ന് എടുക്കുന്നു, ഇപ്പോൾ എടുത്ത സ്ഥലത്ത് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ എങ്ങനെ എടുക്കും, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ എക്സിബിഷനിൽ. സോ ഒരു 111 പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റർ ഒരു പേഷ്യൻ്റെ കഥയാണ്. ഈ പേഷ്യന് എന്തായിരുന്നു പ്രശ്നം, എന്തായിരുന്നു ആവശ്യം, ഏത് ടൈപ്പ് മാംസമായിരുന്നു ആവശ്യം, തൊലിയാണെങ്കിൽ ഇത് എവിടെ നിന്ന് എടുക്കും, പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെ എടുക്കും, എങ്ങനെ ചെയ്തു നമ്മൾ, ആൻഡ് ഫൈനൽ റിസൾട്ട്. ഇതായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. സോ പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഓരോ പേഷ്യൻ്റ് കഥയുടെ പിന്നിൽ കുറേ ആൾക്കാരുണ്ട്. ഇതൊരു വൺ മാൻ ഷോ എന്നല്ല, കുറേ ആൾക്കാർ ഇൻവോൾവ് ആണ്. സർജൻസ് ഉണ്ടാവും, വേറെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവും. നഴ്സസ് നമ്മളെ സഹായിക്കാൻ വേണ്ടി തിയേറ്ററിലുണ്ട്, വാർഡിലുണ്ട്, ഒ പിയിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ടീവ് സ്റ്റാഫ്, ഫിസിയോതെറാപ്പി. സോ ഇതെല്ലാം അവരുടെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും സഹായിച്ചാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും പുറമെ ദൈവം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഗൈഡ് ചെയ്യാൻ, സഹായിക്കാൻ. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ. താങ്ക് യു വൺസ് അഗെയിൻ. ആൻഡ് അടുത്ത വർഷം സെയിം പ്രോഗ്രാം നടത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. Have a nice day.